അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ, അല്ലെങ്കിൽ ഇതിനെ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ എന്നും പറയും. സോ ഇഫ് എ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് ഡ്രിവൺ ബൈ എ പീരിയോഡിക് ഫോഴ്സ്, സച്ച് ഹാർമോണിക് ഓസിലേറ്റേഴ്സ് ആർ നോൺ ആസ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ അല്ലെങ്കിൽ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ. എന്താണ്? ഇഫ് എ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് ഡ്രിവൺ ബൈ എ പീരിയോഡിക് ഫോഴ്സ്, സച്ച് ഹാർമോണിക് ഓസിലേറ്റർ ആർ നോൺ ആസ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ഓർ ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഈ ഒരു ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ ഒരു ബോഡിയിൽ 3 ഫോഴ്സസ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ സ്പ്രിംഗ് ഫോഴ്സും ഉണ്ട് ഡാമ്പിംഗ് ഫോഴ്സും ഉണ്ട്. അങ്ങനെ 2 ഫോഴ്സാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഏതാ സ്പ്രിംഗ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ 3 ഫോഴ്സസ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ട്, ഡാമ്പിംഗ് ഫോഴ്സ് ഉണ്ട്, പിന്നെ ഒരു പീരിയോഡിക് ഫോഴ്സ് ഉണ്ട്. ഈ 3 ഫോഴ്സസ് ആണ് ഈ ഒരു ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു x0 എന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആണ് അല്ലേ, ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഈ ഒരു ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ ഒരു പീരിയോഡിക് ഫോഴ്സ് കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ആ ഒരു പീരിയോഡിക് ഫോഴ്സ് ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് -S0 cos ωt എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്പ്രിംഗ് ഫോഴ്സ് എന്തായിട്ട് വരും? സോ ദ സ്പ്രിംഗ് ഫോഴ്സ് ബിക്കംസ് F സ്പ്രിംഗ് is equal to -K x0 -S0 cos ωt എന്നായിട്ട് വരും. അപ്പോൾ അതിനെ നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? -K x0 പ്ലസ് KS0 cos ωt എന്ന് നമുക്ക് കിട്ടും. അതിൽ നമുക്ക് KS0 എന്നുള്ളതിന് നമുക്ക് F0 എന്ന് എടുക്കുകയാണ്. സോ സ്പ്രിംഗ് ഫോഴ്സ് F സ്പ്രിംഗ് വിൽ ബി ഈക്വൽ ടു -K x0 പ്ലസ് F0 cos ωt എന്ന് നമുക്ക് കിട്ടും. നമുക്കറിയാം. സോ അതിലെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? F ഡാമ്പിംഗ് പ്ലസ് F സ്പ്രിംഗ് ആയിരിക്കും. കാരണം ആ ഒരു പീരിയോഡിക് ഫോഴ്സ് നമ്മൾ ഓൾറെഡി ആ ഒരു സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ഒപ്പം നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്. സോ അത് ഇവിടെ നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡാമ്പിംഗ് ഫോഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എന്താണ്? -BV ആണ്. സ്പ്രിംഗ് ഫോഴ്സ് ഇപ്പോൾ നമുക്ക് കിട്ടി എന്താണ്? -KX പ്ലസ് F0 cos ωt എന്ന് കിട്ടി. അപ്പോൾ അതിൽ നമുക്ക് വിക്ക് നമുക്ക് x0 എന്ന് നമുക്ക് x ഡോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എന്തായിട്ട് വരും? F is equal to -BX dot -KX plus F0 cos ωt എന്ന് കിട്ടും. ഇനി ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം നമുക്കറിയാം F is equal to ma ആണ്. അപ്പോൾ MAക്ക് നമുക്ക് എക്ക് പകരം എന്ത് എഴുതാം? x ഡബിൾ ഡോട്ട് എന്ന് എഴുതാം. സോ mx ഡബിൾ ഡോട്ട് വിൽ ബി ഈക്വൽ ടു -BX ഡോട്ട് -KX പ്ലസ് F0 cos ωt എന്ന് എഴുതാം. അപ്പോൾ അതിലെ എമ്മിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? x ഡബിൾ ഡോട്ട് വിൽ ബി ഈക്വൽ ടു -B/m x ഡോട്ട് -K/m x പ്ലസ് F0 ഡിവൈഡഡ് ബൈ m cos ωt എന്ന് കിട്ടി. ഇനി ഇതിലെ ആ മൈനസ് ടേംസ് ഒക്കെ നമ്മൾ വീണ്ടും LHSലേക്ക് കൊണ്ടുവരികയാണ്. ആ ഒരു F0/m cos ωtനെ RHSൽ തന്നെ നിർത്തുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? x ഡബിൾ ഡോട്ട് പ്ലസ് B/m x ഡോട്ട് പ്ലസ് K/m x വിൽ ബി ഈക്വൽ ടു F0/m cos ωt എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അതിൽ നമ്മൾ B/mന് ഗാമ എന്നും അതേപോലെ തന്നെ K/mന് ω02 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? x ഡബിൾ ഡോട്ട് പ്ലസ് ഗാമ x ഡോട്ട് പ്ലസ് ω02 x ഇസ് ഈക്വൽ ടു F0 ഡിവൈഡഡ് ബൈ m cos ωt എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത്? ദിസ് ഇസ് ദ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഇതാണ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നത്. നെക്സ്റ്റ് ഈസ് സൊല്യൂഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഈ ഒരു ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ വി നോ ദാറ്റ് ദ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ഈസ്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ, എന്താണ്? x ഡബിൾ ഡോട്ട് പ്ലസ് ഗാമ x ഡോട്ട് പ്ലസ് ω02 x ഇസ് ഈക്വൽ ടു F0 ഡിവൈഡഡ് ബൈ m cos ωt എന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി we get the displacement x from the equilibrium position of the forced harmonic oscillator.
ഫോർ ദാറ്റ് വി അസ്യൂം ദ സൊല്യൂഷൻ ഈസ് എന്തായിട്ടാണ് സൊല്യൂഷൻ അസ്യൂം ചെയ്യുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സീറോ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. അതതിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ എ എന്ന് കൊടുത്തു. ഇനി നമുക്ക് മുകളിലത്തെ ഇക്വേഷനിലേക്ക് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ എക്സ് ഡോട്ടും കാണണം, എക്സ് ഡബിൾ ഡോട്ടും കാണണം. അപ്പോൾ ഫസ്റ്റ് എക്സ് ഡോട്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു എക്സിനെ ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? ഡി എക്സ് ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കെന്താണ്? എക്സ് സീറോ ഈ ഒരു കോസ് ഒമേഗ ടി പ്ലസ് ഫൈവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് കിട്ടും. പിന്നെ ഒരു ഒമേഗ ടിയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒമേഗേനും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഒമേഗ എക്സ് സീറോ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് കിട്ടും. അത് നമ്മൾ ബി എന്നുള്ള ഇക്വേഷനായിട്ട് കൊടുക്കുകയാണ്. ഇനി എക്സ് ഡബിൾ ഡോട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡി എക്സ് ഡോട്ട് ഡിവൈഡഡ് ബൈ ഡി ടി ചെയ്താൽ മതി. അപ്പോൾ അതിൽ നമുക്ക് മൈനസ് ഒമേഗ എക്സ് സീറോ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവിനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ആ മൈനസ് ഒമേഗ എക്സ് സീറോ അതുപോലെ തന്നെ ആ ബ്രാക്കറ്റിനുള്ളൊരു ഒമേഗയും കൂടി വരുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് സീറോ ആയിരിക്കും വരിക. സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നാവും. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ സി എന്ന് കൊടുത്തു. ഇനി ഒരു എ ബി സി എന്നുള്ള 3 ഇക്വേഷൻസ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് സീറോ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് പ്ലസ് ഗാമ മൈനസ് ഒമേഗ എക്സ് സീറോ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് പ്ലസ് ഒമേഗ സീറോ സ്ക്വയർ എക്സ് സീറോ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ഈക്വൽ ടു എഫ് സീറോ ഡിവൈഡ് ബൈ എം കോസ് ഒമേഗ ടി. അത്രയേ ഉള്ളൂ ശരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു ഇതിനൊപ്പം പ്ലസ് ഫൈവും മൈനസ് ഫൈവും ചെയ്യാണ്. ഒരു 5 ആഡ് ചെയ്യും മൈനസ് ചെയ്യാണ്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് ഇനി പിന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് കൊടുത്തു. ഇനി ഈ ഒരു ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ള ടേമിന് നമ്മൾ പൈ ബൈ 2 കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഒമേഗ ടി പ്ലസ് ഫൈവിന് പൈ ബൈ 2 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ പൈ ബൈ 2 എന്താണ്? 1 ആണ്. കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് അതായത് കോസ് പൈ ബൈ 2 എന്താണ്? 0 ആയിട്ട് മാറും. സോ ഇത് ഇക്വേഷൻ 2 എന്തായിട്ട് മാറും? മൈനസ് ഗാമ ഒമേഗ എക്സ് സീറോ. കാരണം ഫസ്റ്റ് ടേം 0 ആയിട്ട് പോയി. രണ്ടാമത്തെ ടേമിലെ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ളത് 1 ആയിട്ട് മാറും. അപ്പോൾ ബാക്കി അവിടെ മൈനസ് ഗാമ ഒമേഗ എക്സ് സീറോ മാത്രമേ ഉണ്ടാവുള്ളൂ. മൂന്നാമത്തെ ടേമും കോസ് ഉള്ളതുകൊണ്ട് 0 ആയിട്ട് പോയി. ഇനി ആർ എച്ച് എസിൽ നോക്കി നോക്കൂ. എഫ് സീറോ ഡിവൈഡഡ് ബൈ എം കോസ് പൈ ബൈ 2 മൈനസ് 5 എന്നാണ് വരിക. കാരണം അവിടെ കോസ് ഒമേഗ ടി പ്ലസ് 5 മൈനസ് 5 കൊടുത്തത് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒമേഗ ടി പ്ലസ് 5 മൈനസ് 5 എന്ന് കൊടുത്തത്. അപ്പോൾ അവിടെ ഒരു ഒമേഗ ടി പ്ലസ് 5ക്ക് നമ്മൾ പൈ ബൈ 2 കൊടുത്തു. മൈനസ് 5 തന്നെ അവിടെ വന്നു. ഇനി കോസ് പൈ ബൈ 2 മൈനസ് 5 എന്ന് പറയുന്നത് എന്താണ്? സൈൻ 5 ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? മൈനസ് ഗാമ ഒമേഗ എക്സ് സീറോ ഇസ് ഈക്വൽ ടു എഫ് സീറോ ഡിവൈഡഡ് ബൈ എം സൈൻ 5 എന്ന് എഴുതാം. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുത്തു. ഇനി നോക്കുക, നമ്മൾ ഇനി നേരെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ ടി പ്ലസ് 5 ഈക്വൽ ടു 0 കൊടുക്കണം. നമുക്കറിയാം 0 പൈ ബൈ 2 ആണ് അധികം നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒമേഗ ടി പ്ലസ് 5ന് പൈ ബൈ 2 കൊടുത്തു. ഇനി നമ്മൾ ഒമേഗ ടി പ്ലസ് 5ന് 0 കൊടുക്കുകയാണ്. അപ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്തായിരിക്കും? സൈൻ 0 ആണ്. അതേപോലെ തന്നെ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്താണ്? കോസ് 0 1 ആണ്. അത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് സീറോ പ്ലസ് ഒമേഗ സീറോ സ്ക്വയർ എക്സ് സീറോ വിച്ച് ഈസ് ഈക്വൽ ടു എഫ് സീറോ ഡിവൈഡഡ് ബൈ എം കോസ് 5 എന്ന് കിട്ടും. അതിനൊന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ സീറോ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് സീറോ ഈക്വൽ ടു എഫ് സീറോ ഡിവൈഡഡ് ബൈ എം കോസ് 5 എന്ന് കിട്ടും. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു 3rd ഇക്വേഷനും 4th ഇക്വേഷനും നമ്മൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? മൈനസ് ഗാമ ഒമേഗ എക്സ് സീറോ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സീറോ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ എക്സ് സീറോ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസും സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? എഫ് സീറോ ഡിവൈഡഡ് ബൈ എം ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ 5
പ്ലസ് F0 ഡിവൈഡഡ് ബൈ എം ഹോൾ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ. ആ ഒരു തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും നിങ്ങൾ എടുത്തെഴുതുക, അതിനെ ജസ്റ്റ് സ്ക്വയർ ചെയ്യുക, അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ LHSും RHSും ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ റീഅറേഞ്ച് ചെയ്ത് ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഗാമ സ്ക്വയർ ഒമേഗ സ്ക്വയർ X0 സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ X0 സ്ക്വയർ ഇസ് ഈക്വൽ ടു F0 ഡിവൈഡഡ് ബൈ എം ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈ. അപ്പോൾ ഈ ഒരു സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതുപോലെ തന്നെ LHSലെ നമ്മൾ X0 സ്ക്വയർ എന്നുള്ളത് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അടുത്ത ഇക്വേഷൻ എന്തായിട്ട് വന്നു? X0 സ്ക്വയർ ഇൻറ്റു ഗാമ സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ ഈക്വൽ ടു F0 ഡിവൈഡഡ് ബൈ എം ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇനി ഇതിൽ നമുക്ക് X0 ആണ് കണ്ടുപിടിക്കേണ്ടത് ശരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം X0 സ്ക്വയറിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിനെ RHSലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ എന്ത് വരും? F0 ഡിവൈഡഡ് ബൈ എം ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഗാമ സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. നമുക്ക് X0 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? RHSലെ റൂട്ട് എടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? X0 ഈസ് ഈക്വൽ ടു F0 ഡിവൈഡഡ് ബൈ എം ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഗാമ സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ. അതിലെ ഒരു ന്യൂമറേറ്ററിൽ ഞാൻ റൂട്ട് ഇട്ടിട്ടില്ല, കാരണം F0 ഡിവൈഡ് ബൈ എം ഹോൾ സ്ക്വയർ ആണ്. അതിൻ്റെ റൂട്ട് സ്ക്വയർ റൂട്ട് കാണുമ്പോൾ F0 ഡിവൈഡ് ബൈ എം ആണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? X0ൻ്റെ കിട്ടി. സോ ദിസ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഇനീഷ്യൽ ഫേസ്. അപ്പോൾ ഇനീഷ്യൽ ഫേസ് ആണ് ഞാൻ അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു ഡിവൈഡ് ഇക്വേഷൻ 3/4. ഇനി ഒരു ഇക്വേഷൻ 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് സൈൻ ഫൈ ഡിവൈഡഡ് ബൈ കോസ് ഫൈ ആണ് വരിക. അതെന്താവും? ടാൻ ഫൈ ആയിരിക്കും വരിക. അപ്പോൾ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ ഒമേഗ X0 ഡിവൈഡഡ് ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ X0 എന്ന് കിട്ടും. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും X0 നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ഗാമ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫൈ കണ്ടുപിടിക്കുകയാണ്. ഫൈ ആണ് ഇനീഷ്യൽ ഫേസ്. അപ്പോൾ ഫൈ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈ ഇസ് ഈക്വൽ ടു ടാൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സിനായിട്ട് വരും. സോ ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മൈനസ് ഗാമ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഫേസും കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് അസ്യൂം ചെയ്തായിരുന്നു X ഇസ് ഈക്വൽ ടു X0 കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആണെന്ന് അസ്യൂം ചെയ്തായിരുന്നു. ഇനി നമ്മൾ അതിൻ്റെ കണ്ടുപിടിച്ച ടേംസ് ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്മൾ X0യും കണ്ടുപിടിച്ചു, ഫൈൻ്റെയും കണ്ടുപിടിച്ചു. അത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് X എന്തായിട്ട് കിട്ടും? X ഇസ് ഈക്വൽ ടു എന്ത് വരും? F0 ഡിവൈഡഡ് ബൈ എം ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഗാമ സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് ടാൻ ഇൻവേഴ്സ് മൈനസ് ഗാമ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ഇനി അതിനെ ഈ ഒരു ഒമേഗ ടി പ്ലസ് ടാൻ ഇൻവേഴ്സ് അതിൻ്റെ ബ്രാക്കറ്റിൽ മൈനസ് ഗാമ ഒമേഗ എന്നല്ലേ വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു ടാൻ ഇൻവേഴ്സ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് ടാൻ ഇൻവേഴ്സ് തീറ്റയാണ്. ടാൻ ഇൻവേഴ്സ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് ടാൻ ഇൻവേഴ്സ് തീറ്റയാണ്. അപ്പോൾ നമ്മൾ അതിനെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു F0 ഡിവൈഡഡ് ബൈ എം ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഗാമ സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ കോസ് ഒമേഗ ടി മൈനസ് ടാൻ ഇൻവേഴ്സ് ഗാമ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ കേസ് ഓഫ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഇപ്പോൾ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്.
അടുത്തതാണ് എനർജി സ്റ്റോർഡ് ഇൻ എ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഇപ്പോൾ ഒരു ഡ്രിവൺ ഹാർമോണിക് ഓസിലേറ്റർ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ദ വർക്ക് ഡൺ ബൈ ദി പീരിയോഡിക് ഫോഴ്സ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഓസിലേഷൻ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി എനർജി ഈസ് ഡിസിപ്പേറ്റഡ് ഡ്യൂ ടു ഡാമ്പിങ്. അപ്പോൾ എന്താ പറഞ്ഞത്, ആ ഒരു പീരിയോഡിക് ഫോഴ്സിലെ നമ്മൾ പറഞ്ഞു അതിൽ കുറച്ച് പീരിയോഡിക് ഫോഴ്സിന് വേണ്ടിയിട്ടും എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ബാക്കി എന്താണ് എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, ഡാമ്പിങ് കാരണം ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നും പറഞ്ഞു. സോ വി ക്യാൻ റൈറ്റ് WDF is equal to delta E plus WNC. WDF എന്താ, വർക്ക് ഡൺ ബൈ ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. ഡെൽറ്റ ഇ എന്താണ്, ചേഞ്ച് ഓഫ് മെക്കാനിക്കൽ എനർജി ഓഫ് ഓസിലേഷൻ ആണ്. WNC എന്താണ്, നോൺ കൺസർവേറ്റീവ് വർക്ക് ബൈ ഡാമ്പിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ ഒരു സ്റ്റേഡി സ്റ്റേറ്റിൽ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് സ്റ്റേഡി സ്റ്റേറ്റിൽ ഹാർമോണിക് ഓസിലേറ്ററിന് എനർജി ചേഞ്ച് സംഭവിക്കുന്നില്ല. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ ഡെൽറ്റ ഇ 0 ആകുമ്പോൾ WDF വിൽ ബി ഈക്വൽ ടു WNC ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, E of W is equal to E0 Q square G of omega ആണ്. അതിൽ E0 എന്ന് പറയുന്നത് F0 സ്ക്വയർ ഡിവൈഡഡ് ബൈ M ഒമേഗ 0 സ്ക്വയറും ആണ്. Q എന്ന് പറയുന്നത് ഒമേഗ 0 ഡിവൈഡഡ് ബൈ ഗാമയും ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ്റെ ഭാഗം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി വെച്ചാൽ മതി. അതായത് ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു ഇക്വേഷൻസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ ഈ Q എന്ന് പറയുന്നത് ക്വാളിറ്റി ഫാക്ടറാണ്. അതേപോലെ തന്നെ G ഒമേഗ എന്ന് പറയുന്നത് ലൈൻ ഷേപ്പ് ഫംഗ്ഷനാണ്. G ഒമേഗ എന്ന് പറയുന്നത് ലൈൻ ഷേപ്പ് ഫംഗ്ഷനാണ്. അതുപോലെ ഒമേഗ 0 എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദി അപ്ലൈഡ് പീരിയോഡിക് ഫോഴ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയാണ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് G ഒമേഗ കണ്ടുപിടിക്കാം, അതായത് ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. എന്താണ് G ഒമേഗ എന്ന് പറയുന്നത് γ/2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ 0 മൈനസ് ഒമേഗ ഹോൾ സ്ക്വയർ പ്ലസ് γ/2 ഹോൾ സ്ക്വയർ ആണ്. ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ഈ ഒരു ഭാഗം കേട്ടോ. നെക്സ്റ്റ് ഈസ് റെസൊണൻസ്. So it is the phenomena associated with forced harmonic oscillator. It is the phenomena associated with forced harmonic oscillator. So we have the amplitude of forced harmonic oscillator. നമ്മൾ ഓൾറെഡി ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, x0 is equal to f0 divided by m whole divided by root of gamma square omega square plus omega 0 square minus omega square whole square ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് അസ്യൂം ചെയ്യാണ്, അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്നുള്ളതും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആവുകയാണെങ്കിൽ, അതായത് ഒമേഗ 0യും ഒമേഗയും ഈക്വൽ ആവുകയാണെങ്കിൽ എന്ത് വരും, x0 എന്ന് പറയുന്നത് എന്തായിട്ട് വരും, f0 ഡിവൈഡഡ് ബൈ m ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഗാമ സ്ക്വയർ ഒമേഗ സ്ക്വയർ ആവും. ആ ഒരു സെക്കൻഡ് ടേം എന്തായാലും 0 ആയിട്ട് പോവും. അതിനെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, f0 ഡിവൈഡഡ് ബൈ m ഗാമ ഒമേഗ എന്നെഴുതാം. ഇതിനെയാണ് എന്ത് പറയുന്നത്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി മാക്സിമം പോസിബിൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. So if driving frequency is equal to the natural frequency, the forced harmonic oscillator can oscillate with maximum amplitude. എന്താണ്, if the driving frequency is equal to the natural frequency, the forced harmonic oscillator can oscillate with maximum amplitude. This phenomena is called as resonance. ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ. അപ്പോൾ അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ എന്തില്ല, ഡാമ്പിംഗ് ഇല്ല. അതായത് ഒരു ഫ്രിക്ഷൻലെസ് ഓസിലേറ്ററിലാണ് നമ്മൾ പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. നോക്കി നോക്കൂ, എ ഫ്രിക്ഷൻലെസ് ഹാർമോണിക് ഓസിലേറ്റർ ഓൺ വിച്ച് എ ടൈം വാരിയിങ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ, പീരിയോഡിക് ഫോഴ്സ് ഈസ് അപ്ലൈഡ് നോൺ ആസ് അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ. എന്താണ്,
എ ഫ്രിക്ഷൻലെസ് ഹാർമോണിക് ഓസിലേറ്റർ ഓൺ വിച്ച് എ ടൈം വാരിയിങ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് നോൺ ആസ് അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ. അതായത് ഒരു പീരിയോഡിക് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ടൈം വാരിയിങ് ഫോഴ്സ് എന്തിൽ അപ്ലൈ ചെയ്യുന്നു? ഒരു ഫ്രിക്ഷൻലെസ് ഓസിലേറ്ററിൽ അപ്ലൈ ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? അൺഡാംപ്ഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഡാംഡ് ഓസിലേറ്ററിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ അതിലൊരു ഡാമ്പിങ് ഫോഴ്സ്, അതായത് -BVയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതിന് തൊട്ട് മുമ്പത്തെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അവിടെ ഒരു -BVയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇത്തൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഡാമ്പിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തില്ല, ആ -BV എന്നുള്ള ഒരു ടേം ഉണ്ടാവില്ല. നോക്കി നോക്കൂ, ഹിയർ വി ക്യാൻ ഒബ്റ്റെയിൻ ഇക്വേഷൻ ഓഫ് മോഷൻ ജസ്റ്റ് ബൈ നെഗ്ലക്റ്റിംഗ് ഡാമ്പിങ് ഫോഴ്സ്, ദാറ്റ് ഈസ് -BV ഫ്രം ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ പ്രാക്ടിക്കൽ ഫോഴ്സ്ഡ് ഓസിലേറ്റർ. പ്രാക്ടിക്കൽ ഫോഴ്സ്ഡ് ഓസിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഡാംഡ് ഫോഴ്സ്ഡ് ഓസിലേറ്ററിനെയാണ് പ്രാക്ടിക്കൽ ഫോഴ്സ്ഡ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു അൺഡാംഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയൽ കണ്ടീഷനാണ്. കാരണം ഇവിടെ ഫ്രിക്ഷൻലെസ് അല്ലേ, ഫ്രിക്ഷൻ ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഐഡിയൽ കണ്ടീഷനാണ്. സോ ഈ ഒരു അൺഡാംഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് പറയാം. സോ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഏതാണ്? ഈ ഒരു ഡാംഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ ആണ് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ പ്രാക്ടിക്കൽ ഫോഴ്സ്ഡ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ആ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളുടെ ആ ഒരു അൺഡാംഡ് ഫോഴ്സ്ഡ് ഓസിലേറ്ററിൽ നിന്ന് ഒരൊറ്റ വ്യത്യാസം ഇതിനുണ്ടാവുള്ളൂ. എന്താ വ്യത്യാസം? ആ ഒരു -BV എന്നുള്ള ടേം ഉണ്ടാവില്ല. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? mx ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു -kx പ്ലസ് F0 cos ωt. അപ്പോൾ ആ ഒരു KXനെ നമ്മൾ എങ്ങോട്ട് കൊടുന്നു? LHSക്ക് കൊടുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? mx ഡബിൾ ഡോട്ട് പ്ലസ് KX ഇസ് ഈക്വൽ ടു F0 cos ωt. അതിന് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ 1 കൊടുത്തു. ഇവിടെ F0 cos ωt എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. അതേപോലെ തന്നെ F0 എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഡ്രൈവിംഗ് ഫ്രീക്വൻസിയാണ്. ഇനി ഒരു കാര്യം എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ RHSൽ ഒരു കൊസൈൻ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ഇക്വേഷൻ നോക്കി അറിയാം, RHS F0 cos ωt അല്ലേ, അതുകൊണ്ട് RHSൽ ഒരു കൊസൈൻ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ LHSൽ നോക്കി നോക്കൂ, LHSൽ ഒരു കൊസൈൻ ഫംഗ്ഷൻ ഇല്ല. സോ LHSലും കൂടി ഒരു കൊസൈൻ ഫംഗ്ഷൻ വന്നാലാണ് ആ ഒരു ഇക്വേഷൻ ശരിയാവുള്ളൂ. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ എന്തെടുക്കുകയാണ്? x ഇസ് ഈക്വൽ ടു a cos ωt എന്നുള്ള ഒരു ടേം നമ്മൾ അവിടെ എടുക്കുകയാണ്. അല്ലെങ്കിൽ x ഇസ് ഈക്വൽ ടു a cos ωt ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. നോക്കി നോക്കൂ, ഹിയർ RHS ഓഫ് ദി ഇക്വേഷൻ വേരീസ് വിത്ത് ടൈം ആസ് cos ωt. ലെറ്റ് LHS ആൾസോ ഹാസ് സിമിലർ ഡിപ്പെൻഡൻസ്. സോ ലെറ്റ് x ഇസ് ഈക്വൽ ടു a cos ωt ഇൻ ഇക്വേഷൻ 1. അപ്പോൾ നമ്മളുടെ ആ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ എക്സിന് പകരം എന്ത് കൊടുക്കുകയാണ്? ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ആ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിന് പകരം എന്ത് കൊടുക്കുകയാണ്? x ഇസ് ഈക്വൽ ടു a cos ωt എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എക്സും ഉണ്ട്, എക്സ് ഡബിൾ ഡോട്ടും ഉണ്ട്. അപ്പോൾ എക്സ് ഡബിൾ ഡോട്ട് ഫസ്റ്റ് കണ്ടുപിടിക്കണം. എക്സ് ഡബിൾ ഡോട്ട് എന്താ വരിക? എക്സിനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -ωa sin ωt എന്ന് കിട്ടും. 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു -ω² a cos ωt എന്ന് കിട്ടും. ഇനി നമ്മളത് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ അത് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? m ഇൻറ്റു -ω² a cos ωt പ്ലസ് KA cos ωt ഇസ് ഈക്വൽ ടു F0 cos ωt എന്ന് കിട്ടും. അതിൽ എന്താണ് a cos ωt എന്നുള്ളത് കോമൺ ടേം ആണ് LHSൽ. അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് വരും? -mω² പ്ലസ് k ഇൻറ്റു a cos ωt ഇസ് ഈക്വൽ ടു F0 cos ωt എന്ന് കിട്ടി. ഇത്രയായല്ലോ. ഇനി അതിൽ നിന്നും എന്ത് ചെയ്യണം? 2 സൈഡിലും cos ωt ഉണ്ട്. ആ cos ωt കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് എയുടെ ടേം മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേം RHSലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് വരും? a ഈസ് ഈക്വൽ ടു F0 ഡിവൈഡഡ് ബൈ k മൈനസ് mω² എന്ന് വന്നു. അത് നമുക്കറിയാം k/m എന്നുള്ളത് എന്താണ്? ω02 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ എമ്മിനെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? F0 ഡിവൈഡഡ് ബൈ m ഇൻറ്റു k/m മൈനസ് ω² ആണ്.
അപ്പോൾ ആ കെ ബൈ എമ്മിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? ω0² കൊടുക്കുകയാണ്. അപ്പോൾ എ എന്ത് കിട്ടും? f0 ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ω0² മൈനസ് ω² എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്പർ 2 എന്നുള്ളത് നമ്മൾ x is equal to a cos ωt എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x is equal to f0 ഡിവൈഡഡ് ബൈ എം ഇൻറ്റു എന്ത് വരും? ω0² മൈനസ് ω² ഇൻറ്റു cos ωt എന്ന് വരും. ഇത്രയൊക്കെ അയ്യോ. അപ്പോൾ ഇനി ഒരു ഇക്വേഷൻ 3 ഈസ് ദ സൊല്യൂഷൻ ഓഫ് എ അൺഡാംഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ. അതായത് ഇക്വേഷൻ 3 ആണ് ഒരു അൺഡാംഡ് ഫോഴ്സ്ഡ് ഓസിലേറ്ററിൻ്റെ സൊല്യൂഷൻ. അതായത് ടി എന്നുള്ള ടൈമിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ ഇതൊരു കംപ്ലീറ്റ് ഇക്വേഷൻ അല്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല. ഇപ്പോൾ ഇതൊരു ഫ്രിക്ഷൻലെസ് ഓസിലേറ്റർ മാത്രമാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് kx is equal to 0. അതാണ് ഒരു ഫ്രിക്ഷൻലെസ് ഓസിലേറ്റർ മാത്രമാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ. അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? അതും നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ബി ഇൻറ്റു കോസ് ωt+5 അതാണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഒരു ഫ്രിക്ഷൻലെസ് ഓസിലേറ്റർ മാത്രമാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? mx+kx is equal to 0. അതിൻ്റെ സൊല്യൂഷൻ ബി ഇൻറ്റു കോസ് ωt+5. സോ ഇത് നമുക്ക് കിട്ടിയ ഒരു സൊല്യൂഷൻ്റെ കൂടെ ആഡ് ചെയ്താലേ ഇതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആവുള്ളൂ. നോക്കൂ. അപ്പോൾ എന്താണ്? ഇക്വേഷൻ 3 ഈസ് ദ സൊല്യൂഷൻ ഓഫ് ആൻ അൺഡാംഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ, ബട്ട് ദിസ് സൊല്യൂഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ്. ദ കംപ്ലീറ്റ് സൊല്യൂഷൻ ഈസ് x is equal to f0 ഡിവൈഡഡ് ബൈ m ഇൻറ്റു ω0² മൈനസ് ω² cos ωt പ്ലസ് b cos ωt+5, where b cos ωt+5 is the general solution for the frictionless oscillator mx double dot plus kx is equal to 0. ഇനി സപ്പോസ് ഇതൊരു ഡാംഡ് ഓസിലേറ്റർ ആണെങ്കിൽ അതിൽ ആ ഒരു ബി എന്നുള്ള ടേം എക്സ്പോണൻഷ്യലി ഡിക്രീസസ് വിത്ത് ടൈം. അപ്പോൾ ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ ബിയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഒരു സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ ഓഫ് എ ഡാംഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു എക്സ് എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ എന്താണ്? ബിയുടെ ടേം 0 ആക്കി കളയുക. അതായത് ആ ഒരു സെക്കൻഡ് ടേം 0 ആയിട്ട് പോകും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 തന്നെയായിരിക്കും എന്ത്? ഒരു സ്റ്റഡി സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്റ്റേറ്റിലെ സൊല്യൂഷൻ ഓഫ് ഡാംഡ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ എന്നുള്ളത് എന്തായിരിക്കും? ആ ഒരു ഇക്വേഷൻ നമ്പർ 3 തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഒരു അൺഡാംഡ് ഫോഴ്സ്ഡ് ഓസിലേറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ആ ഒരു യൂണിറ്റിലെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്.